ഹായ് എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരി 2026 ഇന്ത്യ ലോകസ് എന്നുള്ള ഒരു ചാനലിൻ്റെ PDF ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹോസ്റ്റ് 2026 വിൻ്റർ ഒളിമ്പിക്സ്? ഓപ്ഷൻ ഡി ഇറ്റലി. ഇറ്റലിയാണ് 2026 വിൻ്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തത്. 2026 വിൻ്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് സിറ്റീസ് വരുന്നത് മിലൻ, അതുപോലെ തന്നെ കൊർട്ടീന, ഇറ്റലിയിലുള്ള പ്ലേസ് ആണ്. അവരുടെ മോട്ടോ ഇറ്റ്സ് യുവർ വൈബ്. ടോട്ടൽ സ്പോർട്സ് 8 ആണ്. ന്യൂ സ്പോർട്സ് ഇൻട്രൊഡ്യൂസ് സ്കീ മൗണ്ടൈനറിങ് സ്കീ. ഈ ഒരു ഗെയിമാണ് സ്കീ മൗണ്ടൈനറിങ് എന്ന് പറയുന്നത്. അത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇന്ത്യസ് പാർട്ടിസിപ്പൻസ് വരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആൽപൈൻ സ്കീയിങ്ങിലും സ്റ്റാസിൻ ലെൻഡപ്പ്. ആരിഫ് മുഹമ്മദ് ഖാൻ അതുപോലെ തന്നെ സ്റ്റാൻസിൻ ലെൻഡപ്പുമാണ് പുതുതായിട്ട് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ആൾക്കാർ. പുതുതായിട്ടല്ല, ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തികൾ. മെഡൽ ടാലി വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് നോർവേ, സെക്കൻഡ് USA, തേർഡ് നെതർലൻഡ്സാണ് വരുന്നത്. നോർവേക്ക് 41 മെഡൽസും USAക്ക് 33യും നെതർലൻഡ്സിന് 20 മെഡൽസുമാണ് കിട്ടിയിട്ടുള്ളത്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025? കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 91 ആണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025 പബ്ലിഷ് ബൈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ. ഇന്ത്യസ് റാങ്ക് വരുന്നത് 91 ആണ്, സ്കോർ 39. ഇപ്പോൾ ടോപ്പ് കൺട്രീസ് അല്ലെങ്കിൽ ലീസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള കൺട്രീസ് വരുന്നത് ഡെൻമാർക്ക്, പിന്നെ ഫിൻലാൻഡ്, സിംഗപ്പൂറാണ്. മോസ്റ്റ് കറപ്റ്റഡ് സൗത്ത് സുഡാനാണ്. വിച്ച് ടീം വോൺ ദ ടൈറ്റിൽ ഓഫ് 2026 വുമൺസ് പ്രീമിയർ ലീഗ്? വുമൺസ് പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ കിട്ടിയത് ഓപ്ഷൻ എ RCBക്കാണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2026 വുമൺ പ്രീമിയർ ലീഗ് WPL ചാമ്പ്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസ്. പ്ലെയർ ഓഫ് ദ സീരീസ് സോഫി ഡിവൈൻ, ഗുജറാത്ത് ഗൈൻസ് ആണ്. മോസ്റ്റ് റൺസ് കിട്ടിയത് സ്മൃതി മന്ദാനയ്ക്കാണ്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് എ CEO ഓഫ് നിതി ആയോഗ്? നിതി ആയോഗിൻ്റെ CEO ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നിധി ചിബ്ബറാണ്. നിതി ആയോഗ് മീൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഫൗണ്ടഡ് ഇൻ 1 ജനുവരി 2015, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി, അണ്ടർ മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ്. ചെയർമാൻ വരുന്നത് നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററാണ് നിതി ആയോഗിൻ്റെ ചെയർമാൻ. ഇപ്പോൾ വൈസ് ചെയർമാൻ സുമൻ ബെറി. Which team won the title of 79th 2025-2026 സന്തോഷ് ട്രോഫി? ഓപ്ഷൻ സി സർവീസസ് ആണ്. 2025-2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫൈനൽ ഹെൽഡ് അറ്റ് ആസാം. ചാമ്പ്യൻ സർവീസസ് ആണ്, അവരുടെ 8th ടൈറ്റിലാണ്. കേരളയാണ് റണ്ണറപ്പ്. ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ടോപ്പ് ഗോൾ സ്കോറർ വരുന്നത് ഹിമാൻഷു ജാംഗ്രയാണ്. വിച്ച് കൺട്രി ഹോസ്റ്റഡ് AI Impact Summit 2026? ഓപ്ഷൻ എ ഇന്ത്യ. AI Impact Summit 2026 ഫസ്റ്റ് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സമ്മിറ്റ് ഹോസ്റ്റഡ് ഇൻ ഗ്ലോബൽ സൗത്ത്. വെന്യൂ വരുന്നത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഇനോഗ്രേറ്റഡ് ബൈ PM നരേന്ദ്രമോദി. ഓർഗനൈസ്ഡ് അണ്ടർ ഇന്ത്യ AI മിഷൻ ബൈ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇവിടുത്തെ തീം വരുന്നത് വെൽഫെയർ ഫോർ ഓൾ, ഹാപ്പിനെസ് ഫോർ ഓൾ. 3 സൂത്രാസ് അല്ലെങ്കിൽ പില്ലേഴ്സ്, പീപ്പിൾ പ്ലാനറ്റ് പ്രോഗ്രസ് ആണ് 3 പില്ലേഴ്സ് അല്ലെങ്കിൽ 3 സൂത്രാസ് എന്ന് പറയുന്നത്. 2027 സമ്മിറ്റ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. 7 ചരഗാസ് ഫോർ ഇന്ത്യ AI Impact Summit 2026. 7 തീംസാണ് പറഞ്ഞിരിക്കുന്നത്. 1 AI ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഗുഡ്. 2 സേഫ് ആൻഡ് ട്രസ്റ്റഡ് AI. 3 ഇൻക്ലൂഷൻ ഓഫ് സോഷ്യൽ എംപവർമെൻറ്റ്. 4 റെസിലിയൻസ്, ഇന്നോവേഷൻ ആൻഡ് എഫിഷ്യൻസി. 1 2 3 4 5 democratizing AI resources. 6 science. 7 human capital. The 7 chakras working groups of the India AI Impact Summit 2026. Which team has won Ranji Trophy 2026 title? Ranji Trophy കിട്ടിയത് ഓപ്ഷൻ ബി ജമ്മു കാശ്മീരിനാണ്. രഞ്ജി ട്രോഫി ടൂർണമെൻറ്റ് അല്ലെങ്കിൽ രഞ്ജി ട്രോഫി 2026 ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ്. ചാമ്പ്യൻസ് വരുന്നത് ജമ്മു കാശ്മീർ, അവരുടെ ഫസ്റ്റ് ടൈറ്റിലാണ്. റണ്ണറപ്പായിട്ട് വരുന്നത് കർണാടകയാണ്. പ്ലെയർ ഓഫ് ദ സീരീസ് ഔക്കിബ് നബിയാണ്. ഒക്കിബ് നബി, ജമ്മു ആൻഡ് കാശ്മീർ. മോസ്റ്റ് റൺസ് കിട്ടിയത് രവിചന്ദ്രൻ സ്മരൻ ആണ്, കർണാടക. 950 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ദ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് എ പ്രൊപ്പോസൽ ടു റീനെയിം കേരളാസ്. കേരളത്തിൻ്റെ പേര് മാറ്റി എന്താക്കാനുള്ളൊരു പ്രൊപ്പോസലാണ് ക്യാബിനറ്റ് അംഗീകരിച്ചത്. ഓപ്ഷൻ ഡി കേരള എന്നുള്ളത് മാറ്റി കേരളമാക്കി. Kerala is called Keralam in the Malayalam language. Kera means coconut tree, Ala means land of coconut trees എന്നാണ് കേരളത്തിൻ്റെ
മീനിങ് വരുന്നത്. ആർട്ടിക്കിൾ 3 എംപവേഴ്സ് ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ്, ഓൾട്ടർ ദ ഏരിയാസ് ഓഫ് എനി സ്റ്റേറ്റ്, ചേഞ്ച് ദ ബൗണ്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്, ചേഞ്ച് ദ നെയിം ഓഫ് സ്റ്റേറ്റ്. ഇതിനെല്ലാം സഹായിക്കുന്ന ആർട്ടിക്കിൾ 3 ആണ്. കേരളത്തിൻ്റെ CM പിണറായി വിജയനായിരുന്നു. ഇപ്പോൾ അത് മാറി വി ഡി സതീശനായിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ്. പാറ്റ്ന ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? പാറ്റ്ന ബേർഡ് സാങ്ച്വറി വരുന്നത് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ആണ്. റീസെൻ്റ്ലി 2 Indian സ്റ്റേറ്റ് ഡിക്ലെയർസ് റാംസാർ സൈറ്റ്. പാറ്റ്ന ബേർഡ് സാങ്ച്വറി എത്ത ഡിസ്ട്രിക്ട് UP, ചാരി ധാന്ത് വെറ്റ്ലാൻഡ് കച്ച് ഡിസ്ട്രിക്ട് ഗുജറാത്ത്. ഗുജറാത്തിലെ 5 റാംസാർ സൈറ്റ്സ് ആണ് ഉള്ളത്. ചാരി ധാന്ത് വെറ്റ്ലാൻഡ്, ഖിജാദിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നൽ സരോവർ ബേർഡ് സാങ്ച്വറി, തോൽ ലേക്ക് വൈൽഡ് സാങ്ച്വറി, വധ്വാന വെറ്റ്ലാൻഡ്. ഇത്രയുമാണ് ഗുജറാത്തിലുള്ള വെറ്റ്ലാൻഡ്സ്. ഉത്തർപ്രദേശിൽ 11 റാംസാർ സൈറ്റ്സ് ആണ്. ഇപ്പോൾ നിലവിൽ 2026 ജൂൺ അനുസരിച്ച് 12 ആയിട്ടുണ്ട്. ടോട്ടൽ 100 റാംസാർ സൈറ്റ്സ് ആണ് ഇന്ത്യക്കുള്ളത്. ഇപ്പോൾ 99 ആയിരുന്നു. ഇപ്പോൾ 100 റാംസാർ സൈറ്റ്സ് ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാടിന് 20, UPക്ക് എനിക്ക് തോന്നുന്നു 13 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 100 ആയി. ഈ വെറ്റ്ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, വെറ്റ്ലാൻഡ് കൺസർവേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കൺവെൻഷനാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. സൈൻഡ് ഇൻ 2 February 1971. ലൊക്കേഷൻ റാംസാർ ഇറാനിൽ വെച്ചാണ്. അങ്ങനെ റാംസാറിൽ വെച്ച് നടന്നുകൊണ്ടാണ് തന്നെ റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 21 January 1975. നൗ ഇന്ത്യ ടോട്ടൽ 98 അല്ല, നിലവിലിപ്പോൾ 100 ആയിട്ടുണ്ട്. മാക്സിമം ഉള്ളത് തമിഴ്നാട്ടിലും സെക്കൻഡ് ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 13 ആയിട്ടുണ്ട്. വിച്ച് ഇന്ത്യൻ ഫിലിം വോൺ ബാഫ്ത അവാർഡ് ഇൻ 2026? ബാഫ്ത അവാർഡ് കിട്ടിയത് ആർക്കാണ്? ബൂങ് എന്ന ഫിലിമാണ്. ബൂങ് മണിപ്പൂരി ഫിലിമാണ്. ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം ടു വിൻ എ ബാഫ്ത ഇൻ ബെസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫിലിം കാറ്റഗറി. ഡയറക്ടർ ലക്ഷ്മി പ്രിയ ദേവി. പ്രൊഡ്യൂസ്ഡ് ബൈ ഫർഹാൻ അക്തർ, ഹൃദേശ് സിദ്വാനി. Which film won the best film awards at BAFTA Awards 2026? Option C, One Battle After Another. 79th British Academy Film Awards or BAFTA Award. British Academy Film Awards ആണ് ബാഫ്ത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവാർഡ്സ് കിട്ടിയ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ബെസ്റ്റ് ആക്ടർ റോബർട്ട് അരമായോ ഐസ്വെയർ എന്നുള്ളതിനും. ബെസ്റ്റ് ആക്ട്രസ് ജെസി ബക്ലെ ഹാംനെറ്റ്. ബെസ്റ്റ് ഡയറക്ടർ പോൾ തോമസ് ആൻഡേഴ്സൺ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. PM Rahat scheme is related to which of the following? Option D, road accident treatment. PM Rahat means road accident victim hospitalization and assured treatment. Road accident victim hospitalization and assured treatment scheme ആണ് PM Rahat എന്ന് പറയുന്നത്. Initiative of Ministry of Road Transport and Highways provide immediate cashless treatment of road accident victims. Cashless treatment up to 1.5 lakh per victim ഫോർ ദ ഫസ്റ്റ് 7 days. 7 ദിവസത്തേക്ക് 1.5 lakhs വരെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത് സ്കീം വഴി. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025? ഓപ്ഷൻ സി 131st ആണ്. റിലീസ്ഡ് ബൈ ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ലോ. ടോപ്പ് കൺട്രീസ് വരുന്നത് ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് ആണ്. ലാസ്റ്റ് വരുന്ന അഫ്ഗാനിസ്ഥാൻ, ഫസ്റ്റ് വരുന്ന ഡെൻമാർക്ക്, സെക്കൻഡ് ഐസ്ലാൻഡ്. ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 131st ആണ്. സ്കോർ 0.607. ഇന്ത്യസ് ലാർജസ്റ്റ് ലിഥിയം അയൺ ബാറ്ററി ജിഗാ ഫാക്ടറി വിൽ ബി സെറ്റപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ലിഥിയം അയൺ ബാറ്ററി ജിഗാ ഫാക്ടറി എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശ് ആണ്. വിൽ ബി സെറ്റപ്പ് ബൈ വാരി എനർജീസ്. ലൊക്കേഷൻ റംബിലി, ആന്ധ്രാപ്രദേശ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 8,175 crore ആണ്. ഈ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കാര്യം ലിഥിയം അയൺ സെൽസ്, ബാറ്ററി പാക്സ്, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ആണ്. ചന്ദ്രയാൻ 4 ലാൻഡർ ഈസ് പ്ലാൻ ടു ലാൻഡ് ഇൻ വിച്ച് ലൂണാർ റീജിയൻ? ചന്ദ്രയാൻ 4ൻ്റെ ലാൻഡർ എവിടെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്? ഓപ്ഷൻ ബി, മോൺസ് മൗണ്ടൺ. ചന്ദ്രയാൻ 4 മിഷൻ വിൽ ബി ഇന്ത്യാസ് ഫസ്റ്റ് ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷൻ. ലോഞ്ച് ഡേറ്റ് 2028 ആയിരിക്കും.
ISRO ആണ് ലോഞ്ച് ചെയ്യുന്നത്. ലാൻഡ് സൈറ്റ് സെലക്റ്റഡ് MM4 അല്ലെങ്കിൽ മോൺസ് മൗണ്ടൻ ആണ് ഓൺ ലൂണാർ സൗത്ത് പോളിലാണ് ലാൻഡ് ചെയ്യുന്നത്. ചന്ദ്രയാൻ ഫസ്റ്റ് 2008 ചന്ദ്രയാൻ 2 2019 ചന്ദ്രയാൻ 3 2023 ലാൻഡിംഗ് പോയിന്റ് ശിവ് ശക്തി പോയിന്റ് അല്ലെങ്കിൽ ലൂണാർ സൗത്തിൽ തന്നെയാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത്. ഇനി അടുത്ത് വരുന്ന മിഷനാണ് ചന്ദ്രയാൻ 4, അത് 2028 വരുന്നത്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ദ നെറ്റ്വർക്ക് റെഡിനസ് ഇൻഡെക്സ് 2025? നെറ്റ്വർക്ക് റെഡിനസ് ഇൻഡെക്സ് ഓപ്ഷൻ ബി 45th ആണ് ഇന്ത്യയുടെ റാങ്ക്. പ്രിപ്പയർഡ് ബൈ പോർട്ടുലൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിംഗ്ടൺ DC. പോർട്ടുലൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിംഗ്ടൺ DCയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇതിലൊരു റാങ്കിങ് കൊണ്ടുവരുന്നത്. ടോപ്പ് കൺട്രീസ് ആയിരുന്നു USA, ഫിൻലാൻഡ്, തേർഡ് സിംഗപ്പൂർ ആണ് ഇന്ത്യയുടെ റാങ്ക് വരുന്നത്. 45th ആണ്. ഫസ്റ്റ് റാങ്ക് ഇൻ ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് AI സയൻറ്റിഫിക് പബ്ലിക്കേഷൻസ്. റാങ്കിങ് ഓൺ 4 pillars, 4 കാര്യങ്ങളാണ് റാങ്കിങ് വരുന്നത്. ടെക്നോളജി, പീപ്പിൾ, ഗവർണൻസ് ആൻഡ് ഇമ്പാക്റ്റ്. Which country won ICC Under-19 Men's Cricket World Cup 2026? ഓപ്ഷൻ എ ഇന്ത്യയാണ്. 2026 Under-19 Men's Cricket World Cup ഹോസ്റ്റ് ചെയ്യുന്നത് സിംബാബ്വെ, നമീബിയ. ചാമ്പ്യൻസ് ഇന്ത്യ 6th ടൈറ്റിലാണ് വരുന്നത്. റണ്ണറപ്പ് ഇംഗ്ലണ്ടാണ്. പ്ലെയർ ഓഫ് ദ സീരീസ് വൈഭവ് സൂര്യവംശിയാണ്. ഹു വോൺ ദ പ്രസ്റ്റീജിയസ് ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2026? ഓപ്ഷൻ എ റൂബിൾ നാഗിയാണ് ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് കിട്ടിയത്. Global Teachers Prize 2026 known as Nobel Prize for Teaching, awarded by Warkey Foundation and UNESCO at World Government Summit in Delhi. Winner Indian educator റൂബിൾ നാഗി. ക്യാഷ് പ്രൈസ് വരുന്നത് $1 million ആണ് വരുന്നത്. സ്റ്റേറ്റ് ഷെയർസ് ഇൻ സെൻട്രൽ ടാക്സസ് ആസ് പെർ 16th ഫിനാൻസ് കമ്മീഷൻ ഈസ്. ഓപ്ഷൻ ബി 41%. 16th ഫിനാൻസ് കമ്മീഷൻ ഫോർ 5 years for 2026-31 tabled in Parliament alongside Union Budget 2026-27. ചെയർമാൻ വരുന്നത് അരവിന്ദ് പനഗരിയാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കീ റെക്കമെൻഡേഷൻ വരുന്നത് സ്റ്റേറ്റ് ഷെയർസ് ഇൻ സെൻട്രൽ ടാക്സസ് ഡിവിസിബിൾ പൂൾ 41% ആക്കുക. ഡിവിസിബിൾ പൂൾ എക്സ്ക്ലൂഡ് സെസ് സർചാർജസ് അബൌട്ട് 23% ഓഫ് ഗ്രോസ് ടാക്സ് റെസിപ്റ്റ് നോട്ട് ഷെയർഡ് വിത്ത് സ്റ്റേറ്റ്സ്. ടോട്ടൽ ഗ്രാൻഡ്സ് റെക്കമെൻഡഡ് 9.47 lakh crore ആണ്. മണി വിൽ ബി യൂസ് ഫോർ അർബൻ ആൻഡ് റൂറൽ ലോക്കൽ ബോഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനൊക്കെയാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ഷെയർ ഇൻ സെൻട്രൽ ടാക്സസ് ആസ് പെർ 16th ഫിനാൻസ് കമ്മീഷൻസിന് അനുസരിച്ച് എത്രയാണ് സ്റ്റേറ്റിൻ്റെ ഷെയർ വരുന്നത്? 41% ആണ്. 41% ടാക്സ് ഷെയർ ഗിവൺ ടു ഓൾ സ്റ്റേറ്റ് ഈസ് ഡിവൈഡഡ് യൂസിങ് ദ ഫോർമുല. ഈ ഒരു ഫോർമുല അനുസരിച്ചാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, നോക്കിയാൽ മതി. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 280 പാർട്ട് 12. പാർട്ട് 12 280ലാണ് ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. ആർട്ടിക്കിൾ 280 പാർട്ട് 12. ഫോംഡ് എവറി 5 years. 5 years ആണ് വാലിഡിറ്റി വരുന്നത്. ഓരോ 5 years ആകുമ്പോൾ അത് പുതുക്കി അടുത്ത ആൾക്കാർ വരും. ഡിഫൈൻസ് ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതിൽ വരുന്ന ഒരു ചെയർമാനും 4 മെമ്പേഴ്സാണ് വരുന്നത്. അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻ്റ് ആണ്. ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1951. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ KC നിയോഗിയായിരുന്നു. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എവറി 5 year കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവർണർ അണ്ടർ ആർട്ടിക്കിൾ 243I ആണ്. ഓക്കെ, 243I ആണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ ഗ്ലോബൽ സോഫ്റ്റ് പവർ ഇൻഡെക്സ് 2026? ഓപ്ഷൻ ബി 32 ആണ്. പബ്ലിഷ്ഡ് ബൈ ബ്രാൻഡ് ഫിനാൻസ്. സോഫ്റ്റ് പവർ എബിലിറ്റി ഓഫ് എ നേഷൻ ടു ഇൻഫ്ലുവൻസ് അതർ നേഷൻ ത്രൂ കൾച്ചർ, ഡിപ്ലോമസി, വാല്യൂ ആൻഡ് ഇന്നോവേഷൻ. നോട്ട് മിലിറ്ററി സ്ട്രെങ്ത് ഉപയോഗിക്കാതെ ഡിപ്ലോമസി, കൾച്ചർ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മറ്റൊരു കൺട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഗ്ലോബൽ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ടോപ്പ് കൺട്രീസ് USA, ചൈന, ജപ്പാനാണ്. ഇന്ത്യയുടെ റാങ്ക് അതിൽ 32 ആണ്. സ്കോർ 48 ആണ് വരുന്നത്. വിച്ച് സോങ് വോൺ ആൽബം ഓഫ് ദ ഇയർ അവാർഡ് അറ്റ് ഗ്രാമി അവാർഡ്സ് 2026? ഓപ്ഷൻ ബി ദെബി തിരാർ മാസ് ഫോട്ടോസ്. 68th ആനുവൽ ഗ്രാമി അവാർഡ് 2026 മ്യൂസിക്കൽ അവാർഡ് വരുന്നത്. റെക്കോർഡ് ഓഫ് ദി ഇയർ ലൂതർ കെൻഡ്രിക് ലാമാർ ആണ്. ആൽബം ഓഫ് ദി ഇയർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആൽബം ഓഫ് ദി ഇയർ ആയിരുന്നു. ഡെബ്രി തിരാർ മാസ് ഫോട്ടോസ് ആണ്. ബാഡ് ബണ്ണി. സോങ് ഓഫ് ദി ഇയർ വൈൽഡ് ഫ്ലവർ. ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് ഒലിവിയ ഡീൻ ആണ്. ഹു വോൺ 2026 ഗ്രാമി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് റെക്കോർഡിംഗ് ഫോർ ദ ആൽബം മെഡിറ്റേഷൻ? ആർക്കാണ് കിട്ടിയത്? ഈ പടത്തിലുള്ള പോലെ ഓപ്ഷൻ എ ദലൈ ലാമയ്ക്കാണ്. ഇന്ത്യയുടെ കുറച്ച് വിന്നേഴ്സാണ് തന്നിരിക്കുന്നത്. 2023 വിന്നേഴ്സ്, 24 വിന്നേഴ്സ്, 25 വിന്നേഴ്സാണ്.
റിക്കി കേജ് ഫോർ ഡിവൈൻ ടൈഡ്സ് കാറ്റഗറി ബെസ്റ്റ് ഇമേഴ്സീവ് ഓഡിയോ ആൽബം കാറ്റഗറിയാണ് ഡിവൈൻ ടൈഡ്സ് എന്ന് പറയുന്നത്. 2024 വിന്നേഴ്സ് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം ശങ്കർ മഹാദേവൻ, സക്കീർ ഹുസൈനും ദ മൊമെൻറ്റ്. ഒരു ശക്തി ആൽബമാണ് ദ മൊമെൻറ്റ്, ശങ്കർ മഹാദേവൻ അതുപോലെ തന്നെ സക്കീർ ഹുസൈൻ. ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് സക്കീർ ഹുസൈനും രാകേഷ് ചൗരസിയാണ് ഫോർ പഷ്തോ. 2025 വിന്നേഴ്സ് ചന്ദ്രിക തന്തോൺ, ഇന്ത്യൻ അമേരിക്കൻ മ്യൂസീഷ്യൻ ഫോർ ത്രിവേണി ആൽബം കാറ്റഗറി ബെസ്റ്റ് ന്യൂ ഏജ് ആംബിയൻറ്റ് ആൻഡ് ചാന്ദ് ആൽബം. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഗ്രാമി അവാർഡ് പണ്ഡിറ്റ് രവിശങ്കർ 1968 ഫസ്റ്റ് ഇന്ത്യൻ വുമൺ തൻവി ഷായാണ്. ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ ബയോബാങ്ക് ഫോർ lysosomal storage disorders LSDs has been launched in which city? Lysosomal storage disorders. Option A, Ahmedabad. Establishment at Ahmedabad, Gujarat. Funded by Department of Biotechnology DBT. LSD rare genetic metabolic diseases ആണ്. Caused by defects of lysosomal enzymes അല്ലെങ്കിൽ digestive enzymes ആണ് present in lysosomes. These disorders lead to accumulation of undigested molecules inside cells, causing tissue or organ damage. ഇത് കാരണം ഈ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻ ഡാമേജ് ആണ് ഉണ്ടാകുന്നത്. നോൺ ആസ് ദ സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. ലൈസോസോംസിനാണ് സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വാസ് ലോഞ്ച്ഡ് അഗെയിൻസ്റ്റ് വിച്ച് കൺട്രി? എപ്പിക് ഫ്യൂറി ഓപ്ഷൻ ഡി ഇറാനാണ്. ലോഞ്ച് ബൈ USA ആൻഡ് ഇസ്രായേൽ അഗെയിൻസ്റ്റ് ഇറാൻ ഓൺ 28 February 2026. USA-യും ഇസ്രായേലും കൂടെ ആർക്കെതിരെ? ഇറാനെതിരെ നടത്തിയ ഒരു അറ്റാക്കാണ് ഈ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നത്. ടാർഗറ്റ്സ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, മിസൈൽ ബേസസ്, മിലിറ്ററി കമാൻഡ് സെൻറ്റേഴ്സ്, എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അയത്തുള്ള അലി ഖമേനി, ദ സുപ്രീം ലീഡർ ഓഫ് ഇറാൻ, വാസ് കിൽഡ് ഇൻ ടെഹ്റാൻ. ഇറാൻ റെസ്പോൺസ്, ഇറാൻ ലോഞ്ച് മിസൈൽസ് ആൻഡ് ഡ്രോൺ അറ്റാക്സ് അഗെയിൻസ്റ്റ് ഇസ്രായേലി മിലിറ്ററി ബേസ്, US bases in Middle East. Global impact, oil prices increase globally. Strait of Hormuz blocked by Iran. Strait of Hormuzന്റെ പ്രത്യേകത 20% ഓഫ് ഗ്ലോബൽ ഓയിൽ ആൻഡ് 20-30% ഓഫ് LNG സപ്ലൈ നടക്കുന്നത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആണ്. ഈ ഒരു അറ്റാക്ക് കാരണം ഗ്ലോബലി ഈ ഓയിലിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഹൈക്കാണ് ഉണ്ടായത്. ഓക്കെ, ഇതാണ് ഇസ്രായേൽ, ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഇവിടെ കൂടെയാണ് ഈ പറഞ്ഞ ഇവിടെ നിന്നുള്ള ഓയിൽ സപ്ലൈ എല്ലാം പുറത്തോട്ട് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇവിടെ നിന്നുള്ള ഓയിൽ സപ്ലൈ നടക്കാത്തത് കാരണം ഗ്ലോബലി ഒരു ഷോർട്ടേജ് ഓഫ് ഓയിലും അതുപോലെ തന്നെ പ്രൈസും ഭയങ്കരമായിട്ട് ഹൈക്കായി. എക്സസൈസ് വായു ശക്തി 2026 വാസ് കണ്ടക്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? വായു ശക്തി എവിടെയാണ് നടന്നത്? ഓപ്ഷൻ സി രാജസ്ഥാനിലാണ്. വായു ശക്തി എന്ന് വെച്ചാൽ കണ്ടക്ടഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ്. ലൊക്കേഷൻ പൊക്രാൻ ഫീൽഡ് ഫയർ റേഞ്ചിങ് ജയ്സാൽമീർ രാജസ്ഥാനിലാണ്. എയർക്രാഫ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് റാഫേൽ, സുഖോയ് Su-30 MKI, തേജസ്, MiG-29 എന്നീ ഫ്ലൈറ്റ്സാണ് ഈ വായു ശക്തി 2026 പങ്കെടുത്തത്. മൗണ്ട് അബു ഇൻ രാജസ്ഥാൻ ഹാസ് ബീൻ റീനെയിംഡ് ആസ് വാട്ട്? മൗണ്ട് അബുവിൻ്റെ പേര് മാറ്റി ഏതാണ്? ഓപ്ഷൻ എ അബുരാജ്. മൗണ്ട് അബു ആസ് അബുരാജ് ഹിൽ സ്റ്റേഷൻ. കാമൻ ടൗൺ അറ്റ് കംവാൻ. ജഹസ്പൂർ യാഗാപൂർ. മൗണ്ട് അബുവിനെ അബുരാജ് എന്നും കാമൻ ടൗണിനെ കംവാൻ എന്നും ജഹസ്പൂറിനെ യഗ്യപൂർ എന്നും പേര് മാറ്റിയിട്ടുണ്ട്. പക്യോങ് എയർപോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? പക്യോങ് ഓപ്ഷൻ എ സിക്കിമിലാണ് പക്യോങ്. റീമിൻ്റെയും അതിനെ നമുക്ക് പേര് മാറ്റി എന്തായി? ത്രിലോചൻ പൊക്രൈൽ എയർപോർട്ട് എന്നാക്കിയിട്ടുണ്ട്. പക്യോങ് എയർപോർട്ടിനെ ത്രിലോചൻ പൊക്രൈൽ എയർപോർട്ട് എന്നാക്കി. അനൗൺസ് ബൈ ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ്. ത്രിലോചൻ പൊക്രൈൽ ഫസ്റ്റ് ഫ്രീഡം ഫൈറ്റർ ഫ്രം സിക്കിം. സിക്കിമിലെ ഫസ്റ്റ് ഫ്രീഡം ഫൈറ്ററാണ് ത്രിലോചൻ പൊക്രൈൽ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്തത്? ആ എയർപോർട്ടിൻ്റെ പേര് മാറ്റിയത്. സിക്കിമിലുള്ള എയർപോർട്ടാണ്. ഇന്ത്യ കണ്ടക്റ്റഡ് ധർമ്മ ഗാർഡിയൻ 26 ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് വിച്ച് കൺട്രി? ഏത് കൺട്രിയായിട്ട് നടത്തിയതാണ് ഈ ധർമ്മ ഗാർഡിയൻ എന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ജപ്പാനായിട്ടാണ് ധർമ്മ ഗാർഡിയൻ. 7th എഡിഷൻ. ലൊക്കേഷൻ ചൗബാത്തിയ, ഉത്തരാഖണ്ഡിലെ ചൗബാത്തിയയിലാണ് ഇത് നടത്തിയത്. ഇന്ത്യ ആൻഡ് ജപ്പാൻ എക്സസൈസ് ആണ്. മലബാർ എക്സസൈസ് എന്ന് വെച്ചാൽ കോഡ് കൺട്രീസ്, ഒരു നേവൽ എക്സസൈസ് ആണ്. ധർമ്മ ഗാർഡിയൻ ആർമി എക്സസൈസ് ആണ്. ജാമാത കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. വീർ ഗാർഡിയൻ എയർഫോഴ്സ് എക്സസൈസ് ആണ്. ജെയ്മെക്സ് ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ് ആണ്. ഇന്ത്യയും ജപ്പാനായിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ് തന്നത്. മലബാർ എക്സസൈസ്, ധർമ്മ ഗാർഡിയൻ, ജാമാത, വീർ ഗാർഡിയൻ, ജെയ്മെക്സ് 25. INS Anjadip was commissioned at which port in 2026?
അഞ്ചാദ്വീപ് എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? ഓപ്ഷൻ ഡി ചെന്നൈ പോർട്ടിലാണ്. INS അഞ്ചദ്വീപ് തേർഡ് വെസൽ ഓഫ് 8 ഷിപ്പ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് SWC project. ASW means anti submarine warfare, SWC means shallow watercraft. Commissioned by Indian Navy at Chennai പോർട്ടിലാണ്. Built by ഗാർഡൻ റീച്ച് ഷിപ്പ്ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് JRSC കൊൽക്കത്തയാണ്. ഫീച്ചേഴ്സ് വിത്ത് അഡ്വാൻസ് സോണാർ സിസ്റ്റം ടു ഡിറ്റക്ട് സബ്മറൈൻസ് അല്ലെങ്കിൽ എനിമി സബ്മറൈൻസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. INS അഞ്ചദ്വീപ് എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? ഓപ്ഷൻ ഡി ചെന്നൈ പോർട്ടിൽ. ഹു വോൺ ദ സിംഗിൾസ് ടൈറ്റിൽ അറ്റ് ഡൽഹി ഓപ്പൺ 2026? സിംഗിൾ ടൈറ്റിൽസ് ആർക്കാണ് കിട്ടിയത് ഡൽഹി ഓപ്പൺസിൽ? ഓപ്ഷൻ എ സ്റ്റെഫാനോസ് സൈക്കലാരിഡിസ്. സ്റ്റെഫാനോസ് സൈക്കലാരിഡിസിനാണ് സിംഗിൾസ് ടൈറ്റിൽ അറ്റ് ഡൽഹി ഓപ്പൺ. ഡൽഹി ഓപ്പൺ 2026 ടെന്നീസ് ടൂർണമെൻറ്റ് സിംഗിൾസ് ടൈറ്റിൽ സ്റ്റെഫാനോസ് സൈക്കലാരിഡിസ് ഗ്രീസിലുള്ള പ്ലെയറാണ്. ഡബിൾ ടൈറ്റിൽസ് കിട്ടിയത് സിദ്ധാന്ത് ബന്തിയ ഇന്ത്യ, അലക്സാണ്ടർ ദോൺസ്കി ബൾഗേറിയ. റോബ് ജെത്തൻ become the prime minister of which country in India? which country in 2026? ഇന്ത്യ എന്നാണ് സോറി പറഞ്ഞത്. റോബ് ജെറ്റൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. ഓപ്ഷൻ എ നെതർലാൻഡ്സിലെ പ്രൈം മിനിസ്റ്ററാണ്. റോബ് ജെറ്റൻ യങ്ങസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓപ്പൺലി ഗേ പ്രൈം മിനിസ്റ്റർ ഓഫ് നെതർലാൻഡ്. ഗേ പ്രൈം മിനിസ്റ്ററാണ് റോബ് ജെറ്റൻ എന്ന് പറയുന്നത്. Which state launched the Meri Rasoi scheme to provide free food kits to poor families? Option D Punjab. Meri Rasoi scheme to provide free food kits to poor families. Beneficiaries around 40 lakh economically weaker families ആണ് ഇതിനകത്ത് വരുന്നത്. മേരി റസോയ് ഓപ്ഷൻ ഡി പഞ്ചാബ് ആണ് ഈ ഒരു സ്കീം മുമ്പോട്ട് വെച്ചത്. ദ സ്റ്റാച്യു ഓഫ് വിച്ച് ഇന്ത്യൻ ലീഡർ വിൽ റീപ്ലേസ് എഡ്വിൻ ലുട്ടിയൻസ് അറ്റ് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനിൽ എഡ്വിൻ ലുട്ടിയൻസിന് പകരം ഏത് ലീഡറിൻ്റെ പിക്ചറാണ് വരുന്നത് അല്ലെങ്കിൽ സ്റ്റാച്യു ആണ് വരുന്നത്? ഓപ്ഷൻ ബി സി രാജഗോപാലാചാരി. എഡ്വിൻ ലുട്ടിയൻസ് ഫേമസ് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആണ്. ഡിസൈനർ ഓഫ് രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റുമാണ്. സി രാജഗോപാലാചാരി ലാസ്റ്റ് ആൻഡ് ഓൺലി ഇന്ത്യൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് സി രാജഗോപാലാചാരി. അവാർഡ് ദ ഭാരതരത്ന ഇൻ 1954 ഭാരതരത്ന അവാർഡ് കിട്ടിയ വ്യക്തിയും കൂടിയാണ് സി രാജഗോപാലാചാരി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ന്യൂ നാഷണൽ കൗണ്ടർ ടെററിസം പോളിസി അനൗൺസ്ഡ് റീസെൻ്റ്ലി? ഓപ്ഷൻ ബി പ്രഹർ. പ്രഹർ India's first national counter-terrorism policy and strategy, a zero-tolerance framework against terrorism. ടെററിസത്തിനെതിരെ ഒരു സീറോ ടോളറൻസ് മിഷനാണ് ഇതെന്ന് പറയുന്നത് പ്രഹർ എന്ന് പറയുന്നത്. ലോഞ്ച് ബൈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇന്ത്യ കണ്ടക്റ്റഡ് വജ്ര പ്രഹാർ 2026 വിത്ത് വിച്ച് കൺട്രി? വജ്ര പ്രഹാർ എന്നുള്ള എക്സസൈസ് എവിടെയാണ് നടത്തിയത്? അല്ല എക്സസൈസ് ആണ്. ഓപ്ഷൻ ബി USA. വജ്ര പ്രഹാർ എ ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസസ് അതിൻ്റെ 16th എഡിഷൻ ഇന്ത്യയും USA വെച്ച് നടത്തി. സ്പെഷ്യൽ ഫോഴ്സസ് ട്രെയിനിങ് സ്കൂൾ ബക്ലോഹ് ഹിമാചൽ പ്രദേശ്. വെയർ ഹാസ് എ നേവൽ എക്സസൈസ് മിലാൻ 2026 ബീൻ കണ്ടക്റ്റഡ്? മിലാൻ 2026 ഇവിടെ നടത്തിയത് ഓപ്ഷൻ സി വിശാഖപട്ടണം. ഹെൽഡ് ഇൻ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത 70+ നേഷൻസ് ആണ്. ഇന്ത്യൻ നേവി ഇനോഗ്രേറ്റഡ് മിലൻ വില്ലേജസ് പാർട്ട് ഓഫ് മിലൻ 2026. തീം കമറഡറി കോഓപ്പറേഷൻ കൊളാബറേഷൻ. camaraderie, cooperation, collaboration. Grants Iris Dana participated sunk by US submarines in Indian Ocean. ഓക്കെ, ഇറാൻ്റെ INS ഐറിസ് ദേന എന്നുള്ളത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബട്ട് അതിനെ ആ സബ്മറൈനെ ഇന്ത്യൻ ഓഷനിൽ US സബ്മറൈൻസ് മുക്കിക്കളയാണ് ചെയ്തത്. നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്ക് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു. നോർത്ത് ബ്ലോക്കിനെയും സൗത്ത് ബ്ലോക്കിനെയും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഓപ്ഷൻ ബി UK യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം. യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയമായിട്ട് നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കിനെയും മാറ്റും. നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്ക് വിൽ ബി ദ പാർട്ട് ഓഫ് യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം. അതർ റിലേറ്റഡ് ചേഞ്ചസ്. പ്രൈം മിനിസ്റ്റർ ഓഫീസ് PMO സേവാ തീർത്ത്. പ്രൈം മിനിസ്റ്റർ ഓഫീസിന് എന്തായിട്ട് പേര് മാറ്റി? സേവാ തീർത്ത് എന്നും. രാജ്പഥിനെ കർത്തവ്യപാത് എന്നും. നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്കിനെ കർത്തവ്യ ഭവൻ എന്നും. രാജ്ഭവനെ ലോക് ഭവൻ എന്നും. മുഗൾ ഗാർഡൻസിനെ അമൃത് ഉദ്യാൻ എന്നും. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറിയെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നുള്ള പേര് മാറ്റി. ഇന്ത്യസ് ഫസ്റ്റ് കൗ കൾച്ചർ മ്യൂസിയം വിൽ ബി ഡെവലപ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്?
കൗ കൾച്ചർ മ്യൂസിയം എവിടെയാണ്? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശിലാണ് കൊണ്ടുവരുന്നത്. ലൊക്കേഷൻ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി മധുര UP. ലൊക്കേഷൻ വരുന്നത് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി മധുരയാണ്. വിഷൻ ടു ഹൈലൈറ്റ് ദ റിലീജിയസ് കൾച്ചറൽ സ്പിരിച്വൽ ആൻഡ് സയൻറ്റിഫിക് ഇമ്പോർട്ടൻസ് ഓഫ് കൗസ് ഇന്ത്യൻ society. To highlight the religious, cultural, spiritual and scientific importance of cows Indian society. Who became the Prime Minister of Bangladesh in 2026? Bangladesh, option C, Tariq Rahman ആണ്. Tariq Rahman, 11th PM of Bangladesh, political party Bangladesh National Party. Which port became the first in India to deploy advanced anti-drone system? ആൻറ്റി-ഡ്രോൺ സിസ്റ്റം വരുന്നതാണ് ഓപ്ഷൻ സി VO ചിദംബരനാർ പോർട്ടാണ്. ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ഡിപ്ലോയ് അഡ്വാൻസ് ആൻറ്റി-ഡ്രോൺ സിസ്റ്റം VO ചിദംബരനാർ പോർട്ടാണ്. VO ചിദംബരനാർ പോർട്ട് തമിഴ്നാട്. ഫസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ ടു ഡിപ്ലോയ് ആൻ അഡ്വാൻസ് ആൻറ്റി-ഡ്രോൺ സിസ്റ്റം. ഹു ലോഞ്ച് ഭാരത് ടാക്സി, ഇന്ത്യാസ് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ബേസ്ഡ് റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം? ഭാരത് ടാക്സി എവിടെയാണ്? ഓപ്ഷൻ ബി അമിത്ഷാ ആണ് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്. ഭാരത് ടാക്സി ഒരു കോഓപ്പറേറ്റീവ് മോഡലാണ്. ഡ്രൈവേഴ്സ് വിൽ ബി കോ ഓണേഴ്സ്. അമൂൽ സ്റ്റൈൽ മോഡൽ എന്നാണ് ഇതിനെ പറയുന്നത്, ഈ കോ ഓണേഴ്സ് മോഡലിനെ. ഡ്രൈവർ ക്യാൻ ബിക്കം കോ ഓണർ ബൈ പർച്ചേസിംഗ് എ ഷെയർ ഓഫ് ₹500. ഇറ്റ് വിൽ പ്രൊവൈഡ് ക്യാബ് ബുക്കിംഗ് സർവീസസ്. എക്സാമ്പിൾ ഓല, ഊബർ പോലത്തെ ക്യാബ് ബുക്കിംഗ് സർവീസസ് ആണ്. ലോഞ്ച് ബൈ അമിത്ഷാ, ഹോം ആൻഡ് കോർപ്പറേഷൻ മിനിസ്റ്ററാണ്. വിച്ച് സിറ്റി ഹോസ്റ്റഡ് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് WGS 2026? ഓപ്ഷൻ സി ദുബായ്. വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് ആണ് ദുബായിൽ നടന്നത്. Shaping Future Governments, held in Dubai, UAE. What is the name of world's first private space station planned for launch in 2027? Option A, Haven 1. Haven 1, the world's first private space station developed by Vast Space. Planned launch date 2027 ആണ്. Rockets will be launched using Falcon 9. SpaceXന്റെ റോക്കറ്റ് ആണ് Falcon 9. യുംനം Khemchand Singh took oath as the Chief Minister of which state? Option A, Manipur. മണിപ്പൂരിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്നതാണ് യുംനം ഖേംചന്ദ് സിംഗ്. ന്യൂ CM ഓഫ് മണിപ്പൂർ, പൊളിറ്റിക്കൽ പാർട്ടി BJP ആണ്. ആർട്ടിക്കിൾ 163 എന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് ചീഫ് മിനിസ്റ്റർ അറ്റ് ദ ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ. ഗവർണറിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും ഒരു ഹെഡായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് വേണമെന്നുള്ള ആർട്ടിക്കിൾ വരുന്നത് 163 164 അപ്പോയിൻമെൻറ്റ് ഓഫ് CM ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ആണ് 164 വരുന്നത്. ആർട്ടിക്കിൾ 167 ഡിഫൈൻസ് ദ ഡ്യൂട്ടീസ് ഓഫ് CM ടു ദ ഗവർണർ. മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇംഫാലാണ്. എക്സസൈസ് ഖഞ്ചാർ ഹാസ് ബീൻ കണ്ടക്ടഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ഏതാണ്? ഓപ്ഷൻ സി കിർഗിസ്ഥാൻ. ഖഞ്ചാർ 2026 എവിടെയാണ്? കിർഗിസ്ഥാനായിട്ടാണ് വരുന്നത്. Exercise Khanjar 2026 Joint Special Force Exercise Edition 13 ആണ് held at മിസാമരി, സോനിത്പൂർ ഡിസ്ട്രിക്ട്, ആസാം. കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്നത് ബിഷ്കേക്ക് ആണ്. കറൻസി സോം. അപ്പം ഖഞ്ചാർ എന്ന് പറയുന്നത് നടത്തിയത് ഓപ്ഷൻ സി കിർഗിസ്ഥാൻ ഖഞ്ചാർ. When is National Science Day celebrated every year? Option A, 28 February. Theme 2026 Women in Science Catalyzing Viksit Bharat. Sir C.V. Raman, Indian renowned scientist. 28 February 1928 Sir C.V. Raman discovered Raman effect. Nobel Prize 1930 for discovering Raman effect. ഭാരതത്തിന് കിട്ടിയത് 1954 നാഷണൽ സയൻസ് ഡേ വരുന്നത് 28 ഫെബ്രുവരി. വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത് 2026 തീമാണ്. പിന്നെ ഈ നാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ. നാഷണൽ വുമൻസ് ഡേ എപ്പോഴാണ് വരുന്നത്? ഓപ്ഷൻ സി February 13 വേൾഡ് വുമൻസ് ഡേ വരുന്നത് March 8 നാഷണൽ വുമൻസ് ഡേ വരുന്നത് February 13. ഓൺ ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സരോജിനി നായിഡു. സരോജിനി നായിഡു ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC, കോൾ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഭാരത് കോകില ബൈ മഹാത്മാഗാന്ധിയാണ് എന്ത് ചെയ്തത്? സരോജിനി നായിഡുവിനെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് കോകില എന്ന് വിളിച്ചത്. വെൻ ഈസ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ? വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി 2 February. റാംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഓഫ് international importance signed in 2 February 1971. Theme wetland and traditional knowledge. Wetlands
ആൻഡ് ട്രഡീഷണൽ നോളജാണ് തീം വരുന്നത്. വെനീസ് ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ. ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ സെക്കൻഡ് മൺഡേ ഫെബ്രുവരി ആണ്. സെക്കൻഡ് മൺഡേ ഫെബ്രുവരി. തീം ടേണിംഗ് സ്റ്റോറീസ് ഇൻ ടു ആക്ഷൻ. 2026 ഡേറ്റ് വന്നത് 9th ഫെബ്രുവരി ആണ്. എപ്പിലെപ്സി എന്ന് വെച്ചാൽ ഒരു ഡിസോർഡർ ആണ് ഇൻ വിച്ച് നെർവ് സെൽ ആക്ടിവിറ്റീസ് ഇൻ ദ ബ്രെയിൻ ഈസ് ഡിസ്റ്റർബ്ഡ്. നെർവ് സെൽ ആക്ടിവിറ്റി ഡിസ്റ്റർബ് ആവുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? എപ്പിലെപ്സി എന്ന് പറയുന്നത്. Foundation stone of the headquarters of 10th Battalion of Assam Police was laid by whom? Foundation stone of the headquarters of 10th Battalion of Assam Police. ഓപ്ഷൻ ഡി അമിത് ഷാ ആണ്. ലൊക്കേഷൻ കാമരൂപ് ഡിസ്ട്രിക്ട്, ആസാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും മതി ഇന്നത്തേക്ക്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയും കേട്ടിരുന്നവർക്ക് താങ്ക് യു.